ഹായ് ഗൈസ്, അങ്ങനെ ഇന്ന് രാത്രി നമ്മൾ മെസ്സിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവിടെ മത്തനാന്ന് പറഞ്ഞത്. അവരൊരു മത്തനും ഉരുളക്കയും കൂടെ ഉണ്ടാക്കിയിട്ട് ചോറിന് തരും. ഒരു രസമില്ല എന്ന് പറഞ്ഞാൽ ഒരു രസമില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു തന്നാൽ പിന്നെ തക്കാളി കറി ഉണ്ടാക്കാം. നമ്മൾ ഒരു ഉള്ളി ഉണ്ടെങ്കിൽ പക്ഷേ ഉള്ളി എടുത്തില്ല, 2 തക്കാളി 2 പച്ചമുളകും എടുത്ത് പിന്നെ നമ്മൾ സാധനങ്ങൾ മുളക് പൊടി, വെളിച്ചെണ്ണ, കുരുമുളക് പൊടി, ഉപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ അപ്പുറത്തെ റൂമിൽ പോയിട്ട് നമ്മൾ കടുകെടുത്ത് കടുകും മഞ്ഞൾപ്പൊടി നമ്മൾ അപ്പുറത്തെ റൂമിൽ നിന്ന് പോയിട്ട് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് തക്കാളിക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഈ തക്കാളിയും പച്ചമുളകും മുറിച്ച് അവൾ കെറ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കുറേ കടുക് ഇട്ടിട്ടുണ്ട്. 2 ആൾക്ക് കഴിക്കാനുള്ള കറിയാണത്. പക്ഷേ എന്നാലും നമ്മൾ കടുകൊക്കെ വാരി ഇടുക. എന്തിനാണെന്ന് വെച്ചാൽ അറിയില്ല, വെറുതെ അങ്ങോട്ട് ഇടുക തന്നെ, ഒരു നാക്കിനിടുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് അപ്പോഴത്തേക്ക് ഈ വെളിച്ചെണ്ണ ആകുമ്പോഴത്തേക്ക് കെറ്റിൽ ഓഫാവും. എന്നിട്ടാണെങ്കിൽ ഒടുക്കത്തെ പുക ഈ തക്കാളി ഇട്ട സമയത്ത് എന്നാ പുകയെന്ന് അറിയാം, തുമ്മി ഒരു വൈക്ക് വയ്ക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളത് ഇളക്കി സെറ്റ് ചെയ്തിട്ട് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടെടുത്ത്. ഞങ്ങൾക്ക് അങ്ങനെ പൊടികൾ ഇടുന്നതിന് അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ ഇത് മതി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഇടുന്നതാണ്. അപ്പം ചിലപ്പോൾ കൂടിപ്പോവും, ചിലപ്പം കുറേ കുരുമുളക് പൊടി കിട്ടിന് നമ്മൾ വിചാരിച്ച് കൂടിപ്പോയി എന്നുള്ളത്. പക്ഷേ ഇല്ല, അടിപൊളി. ഇനി നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി കുരുമുളകൊക്കെ പാകത്തിനുള്ളത്. പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് ചൂടാക്കാൻ വെച്ച് വീണ്ടും ടേസ്റ്റ് നോക്കി. അപ്പോൾ ഉപ്പില്ല, വീണ്ടും കുരുമുളകും ഉപ്പും എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടേക്കൊന്ന് വൃത്തിയാക്കി വെച്ച് ഫുഡ് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ഞങ്ങൾ മെസ്സിൽ നിന്ന് ചോറ് എടുക്കാൻ വേണ്ടി ഫ്രണ്ടിനോട് പറഞ്ഞു. അങ്ങനെ ഓള് നമുക്ക് ചോറ് കൊണ്ടു തന്ന് തക്കാളിക്കറി ചോറിൻ്റെ അകത്ത് വെച്ച് നമ്മൾ കഴിക്കാൻ പോകാം. അപ്പോൾ പിന്നെ സൈഡ് ഡിഷായിട്ട് നമ്മൾ ചമ്മന്തിപ്പൊടി എടുത്തു. പിന്നെ അതേപോലെ തന്നെ അച്ചാറും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാരങ്ങേൻ്റെ അച്ചാറും കൂടെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചോറും ചമ്മന്തിപ്പൊടിയും അച്ചാറും തക്കാളിക്കറിയും കൂട്ടിയിട്ട് ഇന്ന് രാത്രിത്തെ ഫുഡ് അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.